محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 മാസക്കാലം നീണ്ടുനിന്ന വേനലവധിക്ക് സമാപ്തി കുറിച്ചുകൊണ്ടും പുതിയ വൈജ്ഞാനിക വസന്തത്തിന് തുടക്കമിട്ടുകൊണ്ടും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ കലാലയങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. SSLC, +2 അടക്കമുള്ള പല റിസൾട്ടുകളും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഏത് കോഴ്സിന് ഏത് മേഖലയിൽ എവിടെ മക്കളെ ചേർത്തി ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം എന്ന ആലോചനയിലും അന്വേഷണത്തിലുമാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ 2 വിഷയങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചും അതിൻ്റെ അടിത്തറയെക്കുറിച്ചും സമകാലിക പ്രസക്തിയെക്കുറിച്ചൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏജൻസികളുമൊക്കെ തന്നെ വലിയ പരസ്യങ്ങളും പ്രൊമോഷനുകളുമൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഇന്ന് പലരും വിദ്യാഭ്യാസത്തിന് പുതിയ മാനങ്ങൾ കൊടുക്കാനും അതിൻ്റെ സമകാലിക സാമൂഹിക പ്രസക്തിയെക്കുറിച്ച് ആളുകൾക്ക് മുമ്പിൽ ശക്തമായ പ്രചാരണങ്ങൾ നിർവഹിക്കുവാനും ഒക്കെ തയ്യാറാകുന്നുണ്ടെങ്കിലും വിജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും ആധികാരികമായി അതിൻ്റെ അടിത്തറയും ഗൗരവവും ലോകത്തെ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമാണ് വിദ്യാഭ്യാസത്തിന് ആദ്യമായി കൃത്യമായ രീതിയിലുള്ള പ്രമോഷൻ നിർവഹിച്ചിരിക്കുന്നത്. ഒട്ടകത്തിൻ്റെ കയറ് മാത്രം പിടിക്കാൻ അറിയുന്ന അപരിഷ്കൃതരായ ആളുകളോട് ആദ്യമായി ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, വിശ്വാസം ക്രമീകരിക്കണം എന്നല്ല. ആദ്യമായ ആഹ്വാനം ഇഖ്റ, നീ പഠിക്കണം, വായിക്കണം. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും അക്കാദമിക മേഖലകൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം വിശ്വാസികൾക്ക് എന്ന ആഹ്വാനമാണ് ആദ്യമായി ലോകത്തിൻ്റെ വഴികാട്ടിയായ ഖുർആൻ ലോകരോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആമുഖമായി ഞാൻ ഓതിവെച്ച ആയത്ത് വിവരമുള്ള ആളുകളും വിവരമില്ലാത്ത ആളുകളും തുല്യമാണോ എന്നാണ്. വല്ലാത്ത ആയത്തല്ലേ? ഖുൽ, പ്രവാചകരെ താങ്കൾ ചോദിക്കുക, പറയുക, പ്രഖ്യാപിക്കുക.
ഹൽ യസ്തവിയല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിജ്ഞാനമുള്ള ആളുകളും വിജ്ഞാനമില്ലാത്ത ആളുകളും തുല്യമാണോ എന്ന്. അല്ലല്ലോ. വിജ്ഞാനമുള്ള ആളുകൾ വിജ്ഞാനമില്ലാത്തവരെക്കാൾ ഒരു പടി ഉയർന്നവരാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ലോകത്ത് വിജ്ഞാനത്തിൻ്റെ അടിത്തറ പാകിയത് മുസ്ലിം സാത്വികന്മാരായ നവോത്ഥാന നേതാക്കന്മാരായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാലോ, വിശദീകരിക്കുന്നില്ല, പ്രബുദ്ധ സദസ്സാണ്. ഇബ്നു സീനയുടെ പ്രമുഖ ഗ്രന്ഥമാണ് അൽ ഖാനൂൻ ഫി തിബ്ബ്, വൈദ്യശാസ്ത്ര നിയമങ്ങൾ. ആ പുസ്തകം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ആ പുസ്തകം ന്യൂജൻ തലമുറ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്നും അത് ഗവേഷണ റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് ആവേശമുണ്ടാക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്നു ഖൽദൂൻ, അദ്ദേഹമാണ് ചരിത്രത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ലോകത്തിന് കൃത്യമായ വഴി കാണിച്ചു കൊടുത്തത്. ഇബ്നു ബത്തൂത്ത, സാഹിത്യ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ആധികാരികമായ വെളിച്ചം ലോകത്തിന് പകർന്നത് ഇബ്നു ബത്തൂത്ത എന്ന സാഹിത്യ സഞ്ചാരിയായിരുന്നു. അൽ ബൈറൂനി സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ച് സംസ്കൃതത്തിൻ്റെ സൗന്ദര്യം അറബി ഭാഷയിലൂടെ ലോകത്തിന് പ്രസരിപ്പിച്ച ഇസ്ലാമിക പണ്ഡിതനായിരുന്നു അൽ ബൈറൂനി. ഇബ്നു ഹൈത്തം പ്രകാശ വേഗതയുടെ ആധികാരികതയെക്കുറിച്ച് പഠിപ്പിക്കുകയും ഒരു ക്യാമറ സിസ്റ്റം കണ്ടെത്താൻ വരെ പ്രചോദനമാകുമാറ് ഈ രംഗത്ത് വലിയ റിസർച്ച് സമ്മാനിച്ച വ്യക്തിത്വമായിരുന്നു ഇബ്നു ഹൈത്തം. ഇതൊക്കെ മുസ്ലിം നേതാക്കന്മാരുടെ വൈജ്ഞാനിക സംഭാവനയാണ്. മുസ്ലിങ്ങൾ വിജ്ഞാനമില്ലാത്തവരാണ്, പഠനമില്ലാത്തവരാണ്, വിവരദോഷികളാണെന്നൊക്കെ ഒരു വേള പ്രഖ്യാപിക്കപ്പെടുമോ? അല്ല. ലോകത്ത് വിദ്യാഭ്യാസ വൈജ്ഞാനിക അടിത്തറ പാകിയത് മുസ്ലിം ഉമ്മത്താണ് എന്ന് പഠിപ്പിക്കാൻ പ്രിയമുള്ളവരെ ഒരു പ്രബുദ്ധമായ മഹലിൽ കഴിയുന്ന നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൊറഡോവയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊറഡോവയിൽ ഉള്ള പള്ളി, ആ പള്ളിയുടെ ഒന്നാം നിലയിൽ കാലാവസ്ഥ ഗവേഷണ കേന്ദ്രം, കാലാവസ്ഥ നിരീക്ഷിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുവെങ്കിൽ എത്രമാത്രമാണ് സാഹിത്യ, വൈജ്ഞാനിക, അക്കാദമിക, ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ രംഗത്ത് മുസ്ലിം ഉമ്മത്ത് ലോകത്ത് സംഭാവന ചെയ്തത് എന്ന് ആളുകളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ബാക്ക്വേർഡ് സൊസൈറ്റിയാണ്, പിന്നാക്കമാണ് എന്ന് പറഞ്ഞ് ഓച്ചാനിച്ച് കുമ്പിട്ട് മുട്ടുകുത്തി നിൽക്കേണ്ടവരല്ല. മറിച്ച് നട്ടെല്ല് നിവർത്തി, നെഞ്ചു വിടർത്തി, നെഞ്ചൂക്കോടുകൂടി വിജ്ഞാനത്തിൻ്റെ അടിത്തറ പാകിയവരാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താ? അതിനെന്താ വേണ്ടത്? ഇന്ന് നമ്മൾ അതങ്ങനെ പറയുകയും നമ്മൾ ഒരുപാട് പിറകിലോട്ട് റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് IAS ആളുകൾ വരണം, IPS, IRS, ഉന്നതമായ കുഞ്ചിക സ്ഥാനങ്ങളിൽ നമ്മുടെ പ്രാതിനിധ്യം നിർബന്ധമായൊരു കാലഘട്ടമാണ്. അതിന് ക്വാളിറ്റിയുള്ള, നിലവാരമുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം എന്നാണ് ആമുഖമായി ഒന്നാമത്തെ പോയിന്റായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. 2, റിസൾട്ട് വന്നു, എവിടെ ചേർത്തണം അന്വേഷണം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച്, ഇപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്, ഒരു കുട്ടിയുടെ അഭിരുചി കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളുണ്ട്. ആ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് നമുക്ക് അവരെ പഠനത്തിന് വേണ്ടിയുള്ള വഴി കാണിക്കാം. ഒരിക്കലും അവരെ നമ്മൾ നിർബന്ധിക്കാനേ പാടില്ല.
ഇന്ന കോഴ്സ് നീ തിരഞ്ഞു. ഒരുപാട് കുട്ടികൾ അതിലൊക്കെ വളരെ ഉത്ഭുതരാണ്. ഏതൊക്കെ കോഴ്സുകളാണ് സാധ്യതകളും ഒക്കെ കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് നമുക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ അവരെ സഹായിക്കണം. ഒരിക്കലും അവർക്ക് എൻ്റർ ചെയ്യാൻ കഴിയാത്ത, പ്രവേശിക്കാൻ കഴിയാത്ത, മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രയാസകരമായ വഴിയിൽ അവരെ ഒരിക്കലും നിർബന്ധിക്കാനേ പാടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ പറയുക, ചില കുട്ടികൾ പറയും എനിക്ക് അറബി കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ അറബി ഭാഷയ്ക്ക് ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഒരിക്കലും ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് ഉള്ള അറബി കോളേജല്ല പുതിയ അറബി കോളേജുകൾ. സാധാരണ അറബി കോളേജിൽ പഠിച്ചാൽ സാധാരണ ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കുന്ന പോലെ ഡിഗ്രിയുടെ ഈക്വൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിക്ക് സമാനമായ സർട്ടിഫിക്കറ്റാണ് അറബി കോളേജിലും BA അഫ്ളലുൽ ഉലമക്കും ലഭ്യമാകുന്നത്. ബേസാണ്. മാത്രമല്ല പ്രിലിമിനറി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഡിഗ്രികൾക്ക് പോകാം. +2 കഴിഞ്ഞാൽ അഫ്ളലുൽ ഉലമയിലേക്കും ഡിഗ്രിയിലേക്കും വരാം. ഇങ്ങനെയുള്ള സാധ്യതകളും ഈ അറബി കോളേജ് ഡിഗ്രിക്കുണ്ട്. മാത്രമല്ല അറബി പഠിക്കുന്ന, അറബി ഭാഷ അറിയുന്ന, ഖുർആനിൻ്റെ സൗന്ദര്യം ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ലോകത്തെ പഠിപ്പിക്കാൻ നമുക്ക് പ്രബോധകന്മാർ വേണം, ദാഇകൾ വേണം. പുതിയ കാലമാണ്, AI കാലഘട്ടമാണ്. അതുകൊണ്ട് പുതിയ തലമുറയുടെ ദൈവനിഷേധം, മതനിരാസം, യുക്തിവാദമൊക്കെ ശക്തമായി കൊടുക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി വിശുദ്ധ ഖുർആനിൻ്റെ അതിമനോഹാരിതയെ ഉയർത്തിപ്പിടിച്ച് സയൻസുമായി ചേർത്തി വെച്ച് പുതിയ കാലത്തെ ഒത്തുപിടിച്ചുകൊണ്ട് കൃത്യമായി സംവദിക്കാനുള്ള പ്രതിഭകളായ ആളുകൾ നമ്മിൽ വേണം. അതിന് അറബി കോളേജും വേണം. ഒരു വെള്ളിയാഴ്ച ഖത്തീബ് ലൈറ്റായി, ബസ്ട്രൈക്കായി, അല്ലെങ്കിൽ എന്തെങ്കിലും അവിചാരിതമായി സംഭവിച്ചു, ബ്ലോക്ക് വന്നു, ഖത്തീബ് എത്തില്ല, ബേജാറാകും. നമ്മളൊക്കെ പല മഹല്ലുകളിലും ബേജാറ്, പ്രത്യേകിച്ച് ഭാരവാഹികൾക്ക് വല്ലാത്ത വിയർക്കലായിരിക്കും. ആ സമയത്ത് മുന്നിലിരിക്കുന്ന ഒരാൾ ഖുർആനെടുത്ത് മിമ്പറിൽ കയറി സംസാരിക്കാൻ കഴിയണം. അതിന് നമ്മുടെ മഹല്ലിൽ ആ രംഗത്തുള്ള പ്രഭാഷണ രംഗത്ത് ഖുർആൻ പഠിക്കുന്ന, അറബി കോളേജിൽ പഠിക്കുന്ന ആളുകൾ വരണം. എല്ലാവരും അറബി കോളേജിൽ ചേർന്നെന്ന് നമുക്ക് നിർബന്ധിക്കണ്ട. അങ്ങനെ നമുക്ക് ഓപ്ഷൻ എടുക്കാം. പ്രബോധന രംഗം വലിയ ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായി ഖുർആനിൻ്റെ വെളിച്ചം ജനങ്ങൾ കൈമാറാനുള്ള ആളുകളെ വാർത്തെടുക്കാൻ ഇന്നത്തെ അറബി കോളേജ് സംവിധാനത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ IAS-ഉം IPS-നും ഒക്കെയുള്ള ബേസ് അറബി കോളേജാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന അറബി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വാട്ടർ അതോറിറ്റി, ഇങ്ങനെ ഒരുപാട് ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച. അപ്പോൾ അറബി കോളേജ് എന്നത് ഒരു 2ാം നില ഒന്നല്ല, മറിച്ച് അതിന് പ്രാമുഖ്യം കൊടുക്കേണ്ട സംഗതി. പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ അവരതിൽ നിന്നൊരിക്കലും പിന്തിരിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. എന്താണെങ്കിലും ഏത് കോഴ്സ് നമ്മുടെ മക്കൾ തിരഞ്ഞെടുത്താലും അതിൻ്റെയൊക്കെ ബേസ് റിലീജിയനാണ്, മതമാണ്, മതത്തിൻ്റെ അടിത്തറയാണ്. ഏത് കോഴ്സാവട്ടെ, എന്ത് കോഴ്സാണെങ്കിലും ബേസിക്കലി നാം ചെയ്യേണ്ടത് കുട്ടികൾക്ക്, മക്കൾക്ക് ധാർമ്മികമായ ചട്ടക്കൂടിലാണോ എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന് നമ്മൾ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഖ്റ, നീ പഠിക്കണം, വായിക്കണം. എങ്ങനെ? ബിഇസ്മി റബ്ബിക അല്ലദി ഖലഖ, നിന്നെ പടച്ച റബ്ബിങ്കലേക്ക് നിന്റെ പഠനം എത്തണം. ഇല്ലാത്ത പഠനം 0യാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമാകും എന്നതൊരു പഠനമാണ്, പോരാ. ആ വെള്ളം ദാഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു ജീവിക്ക് കുടിക്കാൻ കൊടുക്കുന്നത് പുണ്യമുള്ള കാര്യമാണ് എന്ന് മക്കൾ തിരിച്ചറിയണം. അവിടെയാണ് അറിവ് പോരാ, തിരിച്ചറിവ് വേണം എന്ന് നാം പറയുന്നത്. ആ തിരിച്ചറിവ് മക്കൾക്ക് ലഭ്യമാക്കണം. അതിനെന്ത് വേണം? മക്കളുടെ കമ്പനി ഏതാണ്, അവരെ കൂട്ടുകെട്ട് ഏതാണ്, അവരെ പഠനം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരുടെ ഗോൾ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് അറിയാൻ, പേരൻസ് എന്നത് നമുക്ക് അറിയാൻ കഴിയണം. നമ്മുടെ തിരക്ക് കൊണ്ടും നമ്മുടെ വിവരമില്ലായ്മ കൊണ്ടും നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ ധാർമ്മിക രംഗത്ത് നിന്ന് വഴിതെറ്റാൻ പാടില്ല.
ഷൗക്കി പറഞ്ഞല്ലോ, അദ്ദേഹം യത്തീം ആരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ നിർവചനം എന്താ പറയുക, ഉപ്പയില്ല ബാപ്പയില്ലാത്ത മക്കളാണ് യത്തീം മക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. യത്തീം എന്നത് ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കുട്ടിയല്ല, മറിച്ച് രണ്ട് പേരൻസ്, ഒന്ന് തിരക്ക് പിടിച്ച ബാപ്പ, മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത, മക്കളെ പഠനം വായന ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത, ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന തിരക്ക് പിടിച്ച പിതാവ്. രണ്ട്, വിവരമില്ലാത്ത, പള്ളിയിൽ വരില്ല, ക്ലാസ്സിന് വരില്ല, പഠനമില്ല, വായനയില്ല, അങ്ങനെ വീട്ടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന വിവരമില്ലാത്ത ഉമ്മ. നവോത്ഥാന പ്രസ്ഥാനം അങ്ങനെ ആവരുതല്ലോ. ഈ 2 ആളുകൾക്കും ജനിക്കുന്ന മക്കൾ, വളരുന്ന മക്കൾ യത്തീമക്കളാകും. വിവരമില്ലാത്ത ഉമ്മ, തിരക്ക് പിടിച്ച് മക്കൾ ശ്രദ്ധിക്കാൻ കഴിയാത്ത പിതാവ്, ഈ 2 മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾ അവർ യത്തീമക്കളാണ് എന്ന്. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നമ്മുടെ മക്കളെ യത്തീമക്കളാക്കാതിരിക്കാൻ നന്നായി നമ്മൾ പണിയെടുക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പ്രിയമുള്ളവരെ ഒന്നാം ഖുതുബയിലെ 2ാമത്തെ പോയിന്റ് എന്ന നിലക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അവസാനിപ്പിക്കാം. ഈ 2 വിഷയവും അതിഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട സംഗതിയാണ്. നമ്മുടെ മക്കൾക്ക് ധാർമ്മിക അടിത്തറ വളരെ അനിവാര്യമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ആവർത്തിക്കാം. ഒരു പിതാവ് മകനെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്ന ഒരു പിതാവുണ്ടായിരുന്നു. മകൻ്റെ ശമ്പളം, അവൻ്റെ ജോലി, അവൻ്റെ കമ്പനി, അവൻ്റെ സുഹൃത്ത് വലയം, അവൻ്റെ IT രംഗം, ഒക്കെ നല്ല സംസാരം പാപ്പ. അവസാനം പിതാവ് മരണപ്പെട്ടു. 4 മണിക്കൂർ കഴിഞ്ഞു, മകൻ എത്തി. അവസാനമായി ഉപ്പാക്ക് ചെയ്തു കൊടുക്കാനുള്ള സമ്മാനം എന്താ? ഉപ്പയുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കുക എന്നതാണ്. മകൻ മയ്യത്തിനടുത്തേക്ക് നിന്ന് മൈക്ക് മുന്നിലേക്ക് വെച്ച് അല്ലാഹു അക്ബർ കെട്ടി. പിന്നെയോ, പിന്നെ യാതൊരു മിണ്ടാട്ടുമില്ല, സലാം മടക്കുകയും ചെയ്തു. നമസ്കാരത്തിന് ആളുകൾ ഇങ്ങനെ പരസ്പരം കണ്ണിലേക്ക് നോക്കുക, അങ്ങോട്ടേക്ക് നോക്കുക, എന്താ സംഭവിച്ചത്? മുഅദ്ദിനുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം നേരെ മുന്നോട്ട് കയറി നിന്നിട്ട് മൈക്ക് കൊട്ടിയിട്ട് പറഞ്ഞു, പ്രിയമുള്ളവരെ സ്വഫുകൾ ക്രമീകരിക്കണം, ഒന്നുകൂടെ നമുക്ക് നമസ്കരിക്കേണ്ടതുണ്ട് എന്ന്. ഇവിടെ മകന് എല്ലാം അറിയാം, അറിയേണ്ട അനിവാര്യമായ കാര്യം മകന് അറിയാതെ പോയത് കൊണ്ട് അവസാനമായി പിതാവിനെ പരലോകത്തേക്ക് യാത്ര അയക്കുന്ന വിഷയത്തിൽ പ്രിയമുള്ളവരെ മകൻ പരാജയപ്പെട്ടു. ആ പരാജയം എനിക്കും നിങ്ങൾക്കും ഇല്ലാതിരിക്കാൻ, നമ്മുടെ ജനാസ ചുമക്കാൻ, നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാൻ നമുക്ക് ധാർമ്മികതയുള്ള, കൺകുളിർമയുള്ള, മനുഷ്യപ്പറ്റുള്ള, സ്നേഹമുള്ള നമ്മുടെ മയ്യത്തിന് ആരോ ഇമാമ നിൽക്കാൻ പാടില്ല. നമ്മളെ മയ്യത്ത് ആരോ കുളിപ്പിക്കാൻ പാടില്ല. നമ്മളെ മയ്യത്തിൻ്റെ ഇമാമ് നമ്മുടെ ചൂടും തണുപ്പും അറിയുന്ന, വിചാരം അറിയുന്ന നമ്മുടെ മകൻ വേണം. നമ്മുടെ മയ്യത്തിന് ഇമാമത്ത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തേട്ടം വരും. അല്ലാഹുമ്മ ഇഗ്ഫിർ പടച്ചവനെ, ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണം എന്നത് കേവലം ചുണ്ടും നാവും ചലിപ്പിച്ചുകൊണ്ടുള്ള പദപ്രയോഗമല്ല, അത് ഹൃദയത്തിൻ്റെ വികാരമായി വരും. ആ നിലക്ക് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ വാർത്തെടുക്കാൻ, ധാർമ്മികമായ വിദ്യാഭ്യാസം കൊടുക്കാൻ കൃത്യമായി നമ്മൾ സമയം ചെലവഴിക്കുക. ആ നിലക്ക് ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിക്കുക. ആ നിലക്ക് നമ്മുടെ മക്കളുടെ റൂട്ട് ക്ലിയറായി മനസ്സിലാക്കി, എൻ്റെ മകൻ, എൻ്റെ മകൾ വിദ്യാഭ്യാസ ധാർമ്മിക രംഗത്ത് ക്ലിയറാണോ എന്ന് ഉറപ്പുവരുത്തി അവരെ ചേർത്ത് പിടിച്ച് അവരിൽ നിന്ന് കുളിർമ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനയും പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയുള്ള, വിദ്യാഭ്യാസ ബോധമുള്ള, മതബോധമുള്ള, പള്ളിയും മഹല്ലും ഒക്കെ കൃത്യമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന നല്ല മക്കളെ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകളും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഫുകളൊന്നും കൂടെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് തീർത്ത് ക്രമീകരിക്കുകയാണെങ്കിൽ
അത് ഭംഗിയായിരിക്കും. നമസ്കാരത്തിൻ്റെ പൂർണ്ണതക്ക് അത് അനിവാര്യവുമാണ്. ഓക്കെ. നമ്മുടെ മഹല്ലിൽ ഒരുപാട് തരങ്ങളിൽ പ്രതിഭകളായ വിദ്യാർത്ഥികൾ വന്നു. സ്വാഭാവികമാണ്, നല്ല റിസൾട്ടുകളൊക്കെ തന്നെ വന്ന സ്ഥിതിക്ക് ഒരു മഹല്ല് എന്ന നിലക്ക് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത്, അത് വേണമെങ്കിൽ പള്ളി കമ്മിറ്റി കൂടാം ചെയ്യാനുള്ളത് അവരെ അഭിനന്ദിക്കലാണ്. അപ്രിസിയേഷൻ, അംഗീകാരം എന്നത് അനിവാര്യമായ സംഗതിയാണ്. അള്ളാഹു ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമി ദറജാത്ത്. നിങ്ങളിൽ വിശ്വാസമുള്ളവരെയും വിജ്ഞാനമുള്ളവരെയും അള്ളാഹു റഫഅ ഉയർത്തുമെന്ന്. വിജ്ഞാനമുള്ളവരെ, വൈജ്ഞാനിക രംഗത്ത് പ്രതിഭ തെളിയിച്ച ആളുകളെ അള്ളാഹ് ഉയർത്തും എന്നതിൻ്റെ അർത്ഥം അള്ളാഹ് അവരെ ആശംസ രേഖപ്പെടുത്തുക, പ്രശംസിക്കുകയാണ്. എങ്കിൽ നമ്മുടെ മഹലിൽ നിന്നും മദ്രസ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ ഉയർന്നു വന്ന പ്രതിഭകളായ ആളുകളെ കണ്ടെത്തി അവരെ ആദരിക്കാൻ, അംഗീകരിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു മെമൻറ്റോ, നമ്മൾ കൊടുക്കുന്ന ഒരു പുകഴ്ത്തൽ, അതായിരിക്കും അവർക്ക് പ്രചോദനം വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാൻ. പലപ്പോഴും IAS ഒക്കെ കിട്ടിയ നമ്മുടെ ഭാഗത്തൊരു മുഹമ്മദ് അലി ഉണ്ട്. മുഹമ്മദ് അലി പറയാറുണ്ട്, ജാർഖണ്ഡിലെ കളക്ടറാണ്, എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ, അനാഥനായി വളർന്ന വ്യക്തിയാണ് മുഹമ്മദ് അലി. നാട്ടിൽ നിന്ന് കിട്ടിയ മഹല്ല് എനിക്ക് നൽകിയ ഒരു അംഗീകാരമാണ് എനിക്ക് ഈ രംഗത്ത് മോട്ടിവേഷൻ എന്ന് അദ്ദേഹം പറയാറുണ്ട്. രണ്ടാമത്തെ വിഷയം എന്താ പറയുക, പഠിക്കാൻ നല്ല ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പക്ഷെ സാമ്പത്തികമായി പ്രയാസമുണ്ട്. എങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്തി ദത്തെടുത്ത് അവരെ വളർത്താനുള്ള ആലോചനകളെക്കുറിച്ചും നമ്മൾ ശക്തമായി ആലോചന നിർവഹിക്കേണ്ടതുണ്ട്. നമ്മളെ മഹല്ലിൽ പണമില്ലാത്തത് കൊണ്ട് ഒരു കുട്ടി പഠനം നിർത്തിവെക്കേണ്ടി വരില്ല എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. ആ നിലക്ക് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് സ്കോളർഷിപ്പോ സ്റ്റൈപ്പൻഡോ മറ്റ് എയ്ഡുകളോ എന്തെങ്കിലുമൊക്കെ നൽകി അവരെ ആ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള, അത് കുറച്ചു കാലം മതിയോ, പിന്നെ അവരെങ്ങനെ കിളച്ചു പിടിച്ച് പോയിക്കോളും. ആ രംഗത്ത് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ എന്തൊക്കെ വേണം എന്ന ആലോചനയും ശക്തിപ്പെടുത്തുന്ന സമയമാണ്. മൂന്നാമത്തെ വിഷയം, നമ്മൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് അലംഭാവമുള്ളൊരു മേഖല അറിയോ, +2 ഡിഗ്രി PhD ഇതൊക്കെ നമ്മളങ്ങനെ കൊടുക്കും. പക്ഷേ മദ്രസ തലങ്ങളിൽ പ്രതിഭകളായ ആളുകളെ കണ്ടെത്താനോ വളർത്താനോ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല. മദ്രസ ഒരു 2ാം നമ്പറായിട്ട് പലപ്പോഴും കാണാറുണ്ട്. സ്കൂൾ PTA MTA മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നമുക്ക് മദ്രസയുടെ PTA മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ നമുക്ക് സമയം ലഭിക്കാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ബേസ് മദ്രസയാണ്. മദ്രസ പഠനത്തെ അവഗണിച്ചുകൊണ്ടുള്ള നീക്കം അപകടകരമാണ്, ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് നമ്മൾ കാര്യമായി മദ്രസ പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകിയ പ്രസ്ഥാനമാണ് നവോത്ഥാന പ്രസ്ഥാനം, അല്ലേ? അന്ന് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങി വെച്ചു. അദ്ദേഹത്തിന്റെ മദ്രസയിൽ ശാസ്ത്രം പഠിപ്പിച്ചിരുന്നു, കണക്ക് പഠിപ്പിച്ചിരുന്നു, അല്ലേ? അപ്പം ആ നിലക്ക് മദ്രസ വളർന്നു വരണം. ഇമാം റാസിക്ക് തഫ്സീർ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത എന്നത് ചരിത്ര രംഗത്ത് അദ്ദേഹത്തിന് അവബോധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ പഠനം, അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് മദ്രസ പഠിക്കാൻ സമയം കുറവാണ് കുട്ടികൾക്ക്, തീരെ സമയം. സ്കൂളിലുള്ള ചെറിയ കാരണങ്ങൾ വെച്ച് മദ്രസ വേഗം നിർത്തിവെക്കുന്ന പരിപാടി പറ്റില്ല. മദ്രസ ബേസാണ്. മയ്യത്ത് നമസ്കാരത്തിൽ അടക്കമുള്ള പ്രാർത്ഥനകൾ കൃത്യമായി ഗുരുമുഖത്ത് നിന്ന് ചൊല്ലി പഠിക്കാൻ അറിയാൻ കഴിയുന്ന പ്രാഥമിക സംവിധാനമാണ് മദ്രസ. അതുകൊണ്ട് നമ്മുടെ മഹലിലുള്ള മദ്രസ വളരെ സിസ്റ്റമാറ്റിക്കലായി ശാസ്ത്രീയ സംവിധാനത്തോടു കൂടി പോകുന്നുണ്ട്. അത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തും. സ്മാർട്ട് ക്ലാസ് റൂം, കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള അന്തരീക്ഷം, നല്ല സിലബസ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ കൃത്യമായി മദ്രസ സംവിധാനത്തിന് പ്രാധാന്യം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരെ കൂടെ ചേർത്ത് പിടിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
ഇനിയിപ്പം 3 ദിവസം കഴിഞ്ഞാൽ ക്ലാസ്സൊക്കെ തുറക്കുകയാണ്. ഒരു ചെറിയ റീഷെഡ്യൂൾ ചെയ്യണം നമ്മൾ വീടുകളിൽ. ഒന്ന്, കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള അന്തരീക്ഷം നമ്മൾക്ക്, അത് ബാപ്പാൻ്റെ ബാധ്യതയാണ് ചെയ്യണം. അവർക്ക് പഠിക്കാൻ വളരെ കാം ആൻഡ് ക്വയറ്റായ സമാധാനപരമായ ഒരു അറ്റ്മോസ്ഫിയർ വേണം. 2, സമയത്തെ ഒന്ന് ക്രമീകരിക്കണം. അല്ലേ, ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ പോവാണ്. ഒരു നിയന്ത്രണം വേണം മക്കൾക്ക്. ഡിജിറ്റൽ രംഗം കുറച്ച്, എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കുട്ടികൾ മൊബൈൽ കാണേണ്ടത്, എപ്പോഴാണ് മൊബൈലിൽ മാറ്റി നിർത്തേണ്ടത്? ഈ മൊബൈലിൻ്റെ സൗണ്ട് കേൾക്കുന്നിടത്തുനിന്ന് പഠിക്കാൻ ഒരുങ്ങിയാൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. പഠിക്കുമ്പോഴേക്ക് സൗണ്ട് വന്നാൽ നോക്കും, ഉറപ്പല്ലേ? അപ്പം മൊബൈലിനോട് ചില സമയത്ത് നോ പറയേണ്ടി വരും, മാറ്റി നിർത്തേണ്ടി വരും. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ മര്യാദ, ഒരു ചിട്ട നമ്മൾ വീട്ടിൽ നിയന്ത്രിക്കണം. അതിന് മക്കൾ അനുകൂലമാവണം, പേരൻസിനെ അംഗീകരിക്കണം, നമ്മുടെ നന്മക്കാണ് എന്ന് അവർക്ക് ബോധ്യമാവണം. ആ നിലക്ക് പഠന വിദ്യാഭ്യാസ പ്രവർത്തനവുമായി നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക, അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് മക്കൾക്ക് ധാർമ്മികതയും ചിട്ടയും വിദ്യാഭ്യാസവും നൽകി മക്കളെ വളർത്തി മക്കളിൽ നിന്ന് കൺകുളിർമ അനുഭവിച്ച് സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, അപാകതകളും പാളിച്ചകളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മക്കളിലൂടെ ഞങ്ങൾക്ക് സംതൃപ്തിയും സന്തോഷവും ഒക്കെ തന്നെ ലഭിക്കുന്ന, പ്രത്യേകിച്ച് രക്ഷിതാവിനെ അറിയുന്ന, അള്ളാഹിനെ അറിയുന്ന, റബ്ബിനെ കണ്ടെത്തുന്ന രീതിയിൽ മക്കളെ വളർത്താനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനിപ്പിക്കാം. ഒറ്റ സംഗതി പറട്ടെ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാനായപ്പോൾ മക്കളും പേരമക്കളൊക്കെ ഉണ്ട് അടുത്ത്. അവസാനമായി വല്ലിപ്പാൻ്റെ ചോദ്യം മക്കളോടും പേരമക്കളോടും, മക്കളെ, പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബാപ്പാക്ക് മക്കളെക്കുറിച്ച് ബാപ്പ സാറ്റിസ്ഫൈഡാ, സംതൃപ്തനാ, സന്തോഷവാനായിരുന്നു. ബാപ്പാക്ക് അവസാനം ഒരു ചോദ്യം ചോദിക്കാണ്ട്, സ്വത്തിനെ കുറിച്ചല്ല, നിങ്ങളുടെ മറ്റു വിഷയത്തെക്കുറിച്ചല്ല. ബാപ്പാന്റെ അവസാന ചോദ്യം, മാ തഅബുദൂന മിൻ ബഅദി, ബാപ്പ കണ്ണടച്ചാൽ നിങ്ങളുടെ ഇസ്ലാമിക ആദർശ നിലപാട് എന്തായിരിക്കും, ആരെ ആരാധിക്കും? ആ സമയത്ത് മക്കളും പേരമക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി, ബാപ്പ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും ഒക്കെ ആരാധിച്ച അള്ളാഹനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ആ വിഷയത്തിൽ ബാപ്പാക്ക് ആശങ്ക വേണ്ട, ബേജാറ് വേണ്ട, പ്രയാസം വേണ്ട എന്ന് പറഞ്ഞ് ബാപ്പാനെ യാത്ര അയച്ച മക്കൾ, പേരമക്കൾ, ആ നിലക്ക് നമ്മെ യാത്ര അയക്കാനുള്ള ഭാഗ്യം മക്കൾക്ക് നൽകി പടച്ചവൻ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പ്രയാസകരമായ അസുഖത്തിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. മരണം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ നിൻ്റെ മാർഗത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة